അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ വണ്ടിയിൽ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ് നമ്മുടെ അലീനയും ബാലചന്ദ്രനും. അപ്പോൾ പോകുന്ന വഴിക്ക് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുകയാണ്, പോകാൻ ഒട്ടും മനസ്സില്ലായിരുന്നെങ്കിലും നീ എന്തിനാ ശരിക്കും പോകാനായിട്ട് തീരുമാനിച്ചത്? നീയല്ലേ പോകണം, അവിടെ നിൽക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇത്രയും മനസ്സ് വിഷമിച്ച് യാതൊരു സന്തോഷവുമില്ലാത്ത, ഒട്ടും താല്പര്യമില്ലാത്ത ഈ യാത്ര എന്തിനായിരുന്നു? എനിക്കും വൈജയന്തിക്കും ഈ നെടുമ്പരക്കൽ തറവാടുകാർക്കും ആണെന്ന് പറയരുത് നീ. നീ മാറുന്നതുകൊണ്ട് ആർക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവുന്നത്? ഒരു പക്ഷേ വൈജയന്തിക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള സന്തോഷം ലഭിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ വിഷമത്തോടെ അലീനയോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിട്ട് അലീന പറയണം, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഒട്ടും താല്പര്യമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ വീട് അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എല്ലാവരുടെയും പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ടെന്ന്. ഞാൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. ളുടെയൊക്കെ കൂടി ഇങ്ങനെ സന്തോഷത്തോടെ ഒരു കുടുംബമായിട്ട്, ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാൻ എനിക്ക് എന്താഗ്രഹമായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് അലീന ബാലചന്ദ്രനോട് ചോദിക്കണം. എന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു കരയാണെങ്കിൽ പോലും എൻ്റെ ഹാപ്പി ആയിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുകയാണ്, അച്ഛൻ ചില സമയത്തൊക്കെ പറയില്ലേ ഞാൻ അച്ഛൻ്റെ മോളാണെന്ന്, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നെന്നോ അച്ഛാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചിരി കണ്ടിട്ട് പെട്ടെന്ന് സങ്കടമൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഇത് കണ്ടിട്ടാണോ നിൻ്റെ ഈ ചിരിക്കണ മുഖം, ഈ ചിരി കണ്ടിട്ടാണോ ഇടയ്ക്കിടയ്ക്ക് ബബിത പറയണത് നീ എൻ്റെ മാനസപുത്രിയാണെന്ന്? അപ്പോൾ അവൾ പറയണം, അച്ഛൻ ഇതുപോലെ ചിരിക്കണം, അച്ഛൻ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം, അച്ഛൻ ഹാപ്പി ആയിട്ടിരുന്നാലേ എല്ലാം ശരിയാകുള്ളൂ എന്ന് അലീന പറയുകയാണ്.